പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് NIA, CBA അതുപോലെ തന്നെ ഇൻകം ടാക്സിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ ആയിട്ടും അതുപോലെ തന്നെ പല പോസ്റ്റുകളിലേക്കും ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള SSCയുടെ CGL റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായിട്ട് തന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്നാണെന്ന് പറയാം. സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 29/12/2020 ആണ്. അതുപോലെ എൻഡ് ചെയ്യുന്നത് 31/1/2021 നിങ്ങൾ ജാനുവരി 31 മുമ്പായിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കുറേ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ, മെഡിക്കൽ അതുപോലുള്ള പല കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ട് മനസ്സിലാക്കുക. ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഗ്രൂപ്പ് ബി ഗസറ്റഡ് പോസ്റ്റുകളിലേക്ക് എന്തൊക്കെയാണ് വിളിച്ചിട്ടുള്ളതെന്ന് നോക്കാം. അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ വിളിച്ചിട്ടുണ്ട്. 30 വയസ്സിന് താഴെ ആയിരിക്കണം ഏജ് പറഞ്ഞിരിക്കുന്നത്. അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ പറയുന്നുണ്ട്, അതും 30 വയസ്സിന് താഴെ ആയിരിക്കണം ഏജ് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് ബി നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് സൂപ്രണ്ടന്റ് വിളിച്ചിട്ടുണ്ട്. ഡിവിഷണൽ അക്കൗണ്ടന്റ് വിളിച്ചിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടർ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIയിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. 30 വയസ്സിന് വരെയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ വിളിച്ചിട്ടുണ്ട്, അതും ഗ്രൂപ്പ് ബി തസ്തികയിലേക്കാണ്. ഏകദേശം 32 വയസ്സിന് താഴെയുള്ളവർക്ക് അപേക്ഷിക്കാൻ അവസരമുണ്ട്. അടുത്തതായിട്ട് ഗ്രൂപ്പ് സി നോക്കുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഓർ അപ്പർ ഡിവിഷൻ ക്ലർക്ക് പറഞ്ഞിട്ടുണ്ട്. ടാക്സ് അസിസ്റ്റന്റ് പറഞ്ഞിട്ടുണ്ട്, CBDTയിലേക്കാണ്. അതുപോലെ 18-നും 27 വയസ്സിനും ഇടയ്ക്കുള്ളവർക്കാണ് അപേക്ഷിക്കാൻ അവസരം. അതാണിപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാലറി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മേളിൽ കാണാം. ഏകദേശം 25,500 രൂപ മുതൽ 81,100 രൂപ വരെ പറയുന്നുണ്ട്. അടുത്തതായിട്ട് സബ് ഇൻസ്പെക്ടർ ആണ് വിളിച്ചിട്ടുള്ളത്. സെൻട്രൽ ബ്യൂറോ ഓഫ് നർക്കോട്ടിക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഏകദേശം 18-നും 27 വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് അപേക്ഷിക്കാൻ അവസരമുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. വീഡിയോക്ക് നിങ്ങൾ മനസ്സറിഞ്ഞ് തന്നെ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പുതിയ ജോബ് ന്യൂസുകൾ ലഭിക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് ഏജ് തരത്തിലുള്ള റിലാക്സേഷൻസിൻ്റെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഏകദേശം SC ST 5 years വരെ പറയുന്നുണ്ട്. OBC 3 years, അങ്ങനെ പലതും നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ അത് ജസ്റ്റ് ഒന്ന് കണ്ട് മനസ്സിലാക്കുക. ശേഷമായിട്ട് കേരളത്തിലെ എക്സാം സെൻറ്റർ നോക്കുകയാണെങ്കിൽ പ്രധാനമായും എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, ട്രിവാൻഡ്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ആ ഒരു കോഡും നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ അപേക്ഷിക്കാനായിട്ട്. അടുത്തതായിട്ട് ഇതിൻ്റെ വേക്കൻസികളുടെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 6,506 വേക്കൻസികളാണ്. വളരെ നല്ലൊരു വേക്കൻസിയിലാണ് വിളിച്ചിട്ടുള്ളത്. ടെൻറ്റേറ്റീവ് വേക്കൻസിയാണ് പറയുന്നത്. മേ ബി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. ഗ്രൂപ്പ് ബി ഗസറ്റഡ് പോസ്റ്റുകളിലേക്ക് 250 വേക്കൻസിയും ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡ് പോസ്റ്റുകളിലേക്ക് 3,513 വേക്കൻസിയും ഗ്രൂപ്പ് സിയിലേക്ക് 2,743 വേക്കൻസികളുമാണ് വിളിച്ചിട്ടുള്ളത്. ഏജ് അതായത് കാസ്റ്റ് തരത്തിലുള്ള ഏജ് റിലാക്സേഷൻസും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ക്വാളിഫിക്കേഷനാണ്. ക്വാളിഫിക്കേഷൻ ഏകദേശം ഒരു ബാച്ചിലർ ഡിഗ്രി, മിനിമം ബാച്ചിലർ ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ ഡിസൈറബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എങ്കിലും മിനിമം ഒരു ബാച്ചിലർ ഡിഗ്രി ഉള്ള ഏതൊരു വ്യക്തിക്കും അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു റിക്രൂട്ട്മെൻ്റ് ആണ്. ഓക്കെ, മാക്സിമം സുഹൃത്തുക്കളിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട.